അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട്. എല്ലായിടത്തും മഴയൊക്കെ ആയി തുടങ്ങി എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും നല്ല മഴ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു പരിധി വരെ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. സ്കൂൾ തുറക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് എല്ലാവരും. പിന്നെ ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ കണ്ടു. കാരണം നമ്മുടെ ഷാജിയുടെയാണ് കേട്ടോ. ആ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് നേരത്തേക്ക് ആ കുട്ടിയുടെ പഴയ വീഡിയോകൾ കണ്ടതും ആ കുട്ടികളുടെ ദേഷ്യമൊക്കെ പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് അങ്ങ് മറന്നു പോയതുപോലെ എനിക്ക് തോന്നി. കാരണം ആ കുട്ടി ഭയങ്കര സങ്കടത്തിലും കരച്ചിലൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടത്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ കുട്ടി പറഞ്ഞായിരുന്നു, കുട്ടി ഉമ്മ കൂടെ ഉണ്ട്, ഉമ്മക്ക് ഗോൾഡ് വാങ്ങിക്കൊടുത്തു, വേറെ എന്തൊക്കെയോ വാങ്ങിക്കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഞാനങ്ങനെ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് കണ്ടപ്പോൾ അതിനിടയ്ക്ക് ആ കുട്ടി ഹോസ്പിറ്റലിലായിരുന്നു എന്ന് പറഞ്ഞത് കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു ആ കുട്ടിക്ക് എന്തെങ്കിലും സുഖമില്ലായ്മ ആയിരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. അടിച്ചു, ഞാൻ തൊണ്ട കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ സങ്കടം തോന്നി. സ്വന്തം ഉമ്മയാന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഓർത്തോണ്ടിരുന്ന അമ്മായിയമ്മയെ അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ ആൾക്കാരിലൊക്കെ ആയിരിക്കും, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞ് എന്ന്. അപ്പോൾ എല്ലാവരും ഞാൻ കമൻറ്റുകളൊക്കെ നോക്കിയപ്പോൾ സ്വന്തം ഉമ്മാനെ കുറ്റിയല്ലേ ഇങ്ങനെ പറയുന്നത്, ഇത് മോശമല്ലേ എന്നൊക്കെ ചോദിച്ചുള്ള കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കുട്ടിയുടെ ഉമ്മയാണിതെന്ന്. സത്യത്തിൽ ആ ഉമ്മ ആ ഒരു കുട്ടീനെ മാത്രം കുറ്റം പറഞ്ഞ കാര്യം എല്ലാത്തിലും അവളുടെ ഭാഗത്ത് കുറ്റമുണ്ട്. എനിക്ക് ആ കുട്ടീനെ അറിയില്ല കേട്ടോ, പക്ഷേ നമ്മളിങ്ങനെ ഇത് കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. എങ്കിലും ഞാൻ പറയുകയാണ്, ആ കുട്ടി കാര്യം ഒരുപാട് ഓവറായിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ നുണയൊക്കെ പറഞ്ഞുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി പോകുന്നൊരു തെറ്റായിട്ടുള്ള ഒരു ഇത് കണ്ടു. എങ്കിലും ഇപ്പോൾ ഞാൻ പറയുന്നത് ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല. എനിക്കും ഒരു മോളുണ്ട്, പക്ഷേ 5 കുട്ടികളുടെ അമ്മയാണ് ആ കുട്ടി. യത്തീമായ മക്കളാണ്. ആ മക്കളെ ആ കുട്ടി എന്തായാലും ഉപേക്ഷിച്ചിട്ടില്ല. ആ കുട്ടി ആരുടെ കൂടെ എങ്ങനെ പോയി എന്ന് പറഞ്ഞാലും ആ കുട്ടിയുടെ മക്കളെയും കൊണ്ടാണ് ആ കുട്ടി നടക്കുന്നത്. അത് തന്നെ ഒരു വലിയൊരു പുണ്യമല്ലേ. യത്തീം മക്കളെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായൊരു, കാരണം നമുക്ക് വാപ്പയും ഉമ്മയും കൂടി പണിയെടുത്ത് ജീവിച്ചിട്ട് മക്കളെ വളർത്തിയെടുക്കാനോ മക്കളെ നന്നായിട്ട് വളർത്തുവാനോ ഒന്നും പറ്റാത്തൊരു കാലമാണ്. അപ്പോൾ ഈ 5 ആൺകുട്ടികളെ വളർത്തുമ്പോൾ 5 സത്യം പറയട്ടെ, ആ 5 ആൺകുട്ടികളെ വെച്ചുകൊണ്ട് ചെറിയ മക്കളല്ലേ അവർ. എല്ലാം ഞാനും 3 കുട്ടികളുടെ ഉമ്മയാണ്. ഇതെല്ലാം കാര്യങ്ങൾ ആ കുട്ടിക്ക് നടത്തി കൊടുക്കാനുണ്ടാവും. എനിക്ക് ഓർത്തപ്പോൾ സങ്കടം വന്നു. പക്ഷേ ആ കുട്ടി ഉമ്മാനെ പറ്റി പറഞ്ഞു എന്ന് പറയുമ്പോൾ കർമ്മം കൊണ്ട് മാത്രം ജന്മം കൊണ്ട് മാത്രം ആവില്ല, കർമ്മം കൊണ്ട് കൂടി ആവണം എന്ന് പറഞ്ഞതുപോലെ ഒരു പക്ഷേ ആ കുട്ടിയുടെ മനസ്സറിഞ്ഞാനും ആ കുട്ടീനെ സ്നേഹിക്കാനും അവരുടെ ഫാമിലിക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കുട്ടി നല്ലൊരു കുട്ടിയായി മാറും എന്നാണ് എനിക്ക് തോന്നുകയാണ്. എനിക്കറിയില്ല. എങ്കിലും ആ കുട്ടീനെ മാത്രം കുറ്റം പറയുമ്പോൾ നമ്മളൊരു കണ്ടൊരു വീഡിയോയുണ്ട്. ആ കുട്ടിയുടെ ഉമ്മ എന്താണ് കൊണ്ടുവന്ന് കാണിക്കുന്നത്? അതൊരു ഉമ്മയാണോ? അവരാണോ ഉമ്മ? എന്ത് തെറ്റും ആ കുട്ടി ചെയ്യട്ടെ, പക്ഷെ ആ കുട്ടി സ്വന്തം പ്രസവിച്ച ഉമ്മയല്ലേ, അത് ഉമ്മയാണെന്നല്ലേ പറയുന്നത്. മടവാളെടുക്കുക, വെട്ടിക്കൊല്ലട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഉമ്മ കിടക്കുന്ന തുള്ളുന്നത് കണ്ടോ? എന്താണ്, ആ ഉമ്മക്ക് സുഖമില്ലാത്തതാണോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ സുഖമില്ലാത്ത ഒരാൾ കിടന്ന് കാണിക്കണ പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സുഖമില്ലാത്ത ഒരാളാണെങ്കിൽ ആ കുട്ടി ചെയ്തത് തെറ്റാണ് ഉമ്മയോട്. അതല്ല, ആ കുട്ടിയുടെ ഉമ്മയ്ക്ക് ഒരു കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും ആ ഉമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ആ കുട്ടി എന്തോ പറയട്ടെ, ആ കുട്ടി ചിലപ്പോൾ നല്ലതല്ലായിരിക്കാം അപ്പോൾ ഉമ്മ നന്നാവണം. 2 അടി കൊടുക്കാലോ, അല്ലെങ്കിൽ ഇറക്കി വിട്ടോട്ടെ, എന്ത് വേണം ചെയ്യാം. പക്ഷേ ആ ഉമ്മായും ആ വീഡിയോയുടെ മുമ്പിൽ വന്ന് കിടന്ന് തുള്ളുമല്ലേ. ഈ വീഡിയോ പിടിച്ച് ഇടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആ കുട്ടി ഇമോഷണലായി നിൽക്കുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടി അവിടെ
5 മക്കളെ വളർത്തി ചീത്തപ്പേരും കേട്ട് ജീവിക്കുന്നൊരു കുട്ടി ആവുമ്പോൾ ആ കുട്ടിയുടെ ഉമ്മ കൂടെയുണ്ട്, മക്കൾ കൂടെയുണ്ട്. എന്തായാലും ആരും ഉപേക്ഷിക്കാതെ ആ കുട്ടി ജീവിച്ച് പോരുവാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുകളുണ്ടാവാം. ഭർത്താവില്ലാണ്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റുകൾ ഒരുപാടുണ്ടാവാം. പക്ഷെ അതൊക്കെ ക്ഷമിക്കേണ്ടത് കാരണവന്മാരാണ്. കാരണവന്മാർ ക്ഷമിച്ച് നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടി നന്നായി വരില്ലേ? പിന്നെ എന്തിനാണ് ആ ഉമ്മ അങ്ങനെ കിടന്ന് കാണിക്കുന്നത്? ഈ അനിയത്തിമാരൊക്കെ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ 5 മക്കളില്ലേ ആ കുട്ടിക്ക്? എന്ത് പ്രായമാണ് ആ കുട്ടിക്കുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നപ്പോഴും ഞാനും നെഗറ്റീവ് അടിച്ച ഒരാളാണ്. ആ കുട്ടി അന്നോണ പറഞ്ഞുണ്ടാക്കിയ ഒരു വീഡിയോസിലൊക്കെ. പക്ഷേ എല്ലാം മറന്നിട്ടല്ല എങ്കിലും സത്യം പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞു പോയ ആ കുട്ടിയുടെ കാര്യം പെട്ടെന്ന് ഞാൻ അങ്ങ് മറന്നു കുറച്ച് നേരത്തേക്ക്. സത്യം ആ കുട്ടി ആ കരയുന്നതും ഒക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആ കുട്ടീനെ പറ്റി ഞാനും ഈ മിനിഞ്ഞാന്നും കൂടി കുട്ടി ഞാൻ പറഞ്ഞ് കമൻ്റ് ഇട്ടതാണ്. മോതിരം എപ്പോഴും മുഖത്ത് കൈ തൂക്കുന്നു, മോതിരം എടുത്ത് കാണിക്കുന്നു, കമ്മൽ കാണിക്കുന്നു, അങ്ങനെ പലതും. ഇതൊക്കെ ആ കുട്ടി ചെയ്യുന്നതൊക്കെ മോശമായിട്ട് അല്ലെങ്കിൽ പോലും ഞാനതിന് കമൻ്റ് അടിച്ച ആളാണ്. പക്ഷേ ഈ കുട്ടി ഇന്ന് വന്ന് കരച്ചിൽ കണ്ടപ്പോൾ സത്യം മനസ്സഹിച്ചില്ല കേട്ടോ, സങ്കടം വന്നു. നമ്മൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഭാഗത്ത് അവർ ചെയ്യണ തെറ്റ് അവർ ഏറ്റെടുത്തോളും, അള്ളാഹു അതിനുള്ള പ്രതിഫലവും കൊടുത്തോളും. പക്ഷേ ഈ ഉമ്മാനെ പറ്റി മോളെ പറ്റി ഇത് കണ്ടപ്പോൾ ശരിക്കും എനിക്കൊരു ഉമ്മയില്ല. അപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. എനിക്ക് ഉമ്മ ഇല്ലാത്തതിൻ്റെ ഒരുപാട് സങ്കടങ്ങളുണ്ട്. മോളോടുകൂടി ഷാജിയോട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഉമ്മയുടെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി ജീവിക്കുക. മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അവമാനിക്കാൻ വേണ്ടി ഉമ്മാനെ ഇട്ട് കൊടുക്കരുത്. നിൻ്റെ സങ്കടങ്ങളൊക്കെ എല്ലാം എനിക്കെന്നല്ല ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവാം. ഞാനീ പറഞ്ഞതിന് ഇനി ബാഡ് കമൻ്റായിട്ട് ആരും വരുമൊന്നും വേണ്ട. ഞാൻ ആ കുട്ടിയുടെ സങ്കടം കണ്ടപ്പോൾ എനിക്കത് പറയണം തോന്നി, വെറുതെ അങ്ങ് പറഞ്ഞതാണ്. അസ്സലാമു അലൈക്കും.